ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ടാണ് രുക്മിണിയും ഇന്ദുവും ഒക്കെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. രുക്മിണിയുടെ സന്തോഷത്തിന്റെ കാരണം അറിയാവുമെങ്കിലും വെറുതെ ഇന്ദുവൊക്കെ ഒന്ന് ചൊറിഞ്ഞു നോക്കുവാണ്. അപ്പൊ രുക്മിണി ആണെങ്കിൽ സന്തോഷത്തോടു കൂടി കാര്യം പറയാണ്. കാരണം ഇത്രയും കാലം ശ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കണ്ണിന് നേരെ കണ്ടുപോലും ഇല്ല, ഇഷ്ടമല്ല, അത്രയും അവൾക്ക് അവനെ വെറുപ്പായിരുന്നു. അവൻ കെട്ടിയ താലി വരെ അവൾ അഴിച്ചു വെച്ചിട്ട് അവന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവളാണ്. പക്ഷെ ഇന്ന് അതേ ശ്യാമ് നിന്റെ കുടുംബക്കാരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് എനിക്കൊപ്പം വരണം, എൻ്റെ കൂടെ ജീവിക്കാൻ എന്ന് പറഞ്ഞപ്പോ നമ്മളെ ആരെയും ഗൗനിക്കാതെ അവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി. അതെന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. അത്രയേറെ അവനോടുള്ള സ്നേഹം അവളെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഞാനും എനിക്ക് നീയും എന്നുള്ളത് എത്രത്തോളം ഇപ്പോൾ പ്രാവർത്തികമാവുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ശ്യാമിന്റെ കൂടെ അവന്റെ ബൈക്കിന് പിന്നിരുന്ന് പോകുമ്പോ നീ അവളുടെ മുഖം കണ്ടായിരുന്നോ? എന്തോ ജീവിതത്തിൽ വലിയൊരു കാര്യം സാധിച്ചതുപോലെ വലിയൊരു വിജയത്തിലെത്തിയ സന്തോഷത്തോടു കൂടിയായിരുന്നു അവൾ പോകുന്നത്. രുക്മിണിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അത് ശരിയാണെന്ന് ഇന്ദുവിന് തോന്നിയിട്ടുണ്ടായിരുന്നു. രാജേശ്വരി അത് ശരിവെക്കുന്നുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. ജീവിക്കുന്നുണ്ടെങ്കിൽ ശ്യാമിന്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് ഒറ്റക്കാലിൽ നിന്ന് പിടിവാശി പിടിച്ചിട്ട് അവൾ പോയത് കണ്ടില്ലേ? എനിക്ക് ശാലിനിയെ കുറിച്ചും അർജുനെ കുറിച്ചും യാതൊരു ടെൻഷനും ഇല്ല മോളെ. അവരേത് സാഹചര്യത്തെയും അതിജീവിച്ചു പോകും. പക്ഷെ എപ്പോഴും എൻ്റെ വിഷമം മൊത്തം സൗപർണികയെ കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഇപ്പോ അവള് ശ്യാമിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ശ്യാമിന്റെ അച്ഛനും അമ്മയും അവളോട് എങ്ങനെയാ പെരുമാറുക, അവളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ തന്നെയാണ്. ആ സമയത്ത് രുക്മിണിയുടെ ഉള്ളിലുള്ള അമ്മ ഉണർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നീലനാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ, അതൊക്കെ സൗപർണിക നോക്കിക്കോളും, അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേ വേണ്ട. കാരണം ഇപ്പോൾ അവൾക്ക് മനസ്സിലൊരു ദൃഢനിശ്ചയമുണ്ട്, എങ്ങനെയെങ്കിലും അവൾക്ക് ശ്യാമിന്റെ കൂടെ ജീവിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവൾ പരിഹാരം കാണും. മോന്റെ നാവ് പൊന്നാവട്ടെ, വാ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വാതിലിലെ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. ആ സമയത്ത് അകത്ത് വാസന്തിയും രാധികയും ചേർന്നുള്ള സംസാരത്തിലാണ്. പുറത്ത് വന്നിരിക്കുന്നത് അവരാണെന്ന് രാധികയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മാമി, ഇപ്പോ വന്നിരിക്കുന്ന ദേഷ്യത്തിനെങ്കിലും നല്ല ദേഷ്യത്തോടെ 4 വർത്താനം അവരോട് പറയാൻ പറ്റുമോ? അതുമല്ലെങ്കിൽ നിങ്ങളുടെ മരുമകളെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ താനേ അലിഞ്ഞു പോയി വാ എൻ്റെ മോള് വന്നോ എന്ന് പറഞ്ഞിട്ട് മടിയിൽ വെച്ച് കൊഞ്ചിക്കുകയാണോ? നിനക്കൊന്ന് വച്ചു തന്നാലുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വാസന്തി രാധികയെ തല്ലാൻ വേണ്ടി കയ്യോങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഞാനാണോ അമ്മായിയമ്മ അതോ നീയാണോ അമ്മായിയമ്മ? ആ, അതൊക്കെ ഇപ്പൊ പറയും. എന്നിട്ട് അവള് വന്നു കഴിഞ്ഞാ ആലോചിച്ചു വെച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ചു പറയുകയും ചെയ്യും. ഡീ, പോയി കതക് തുറ പോ. രാധിക പോയിട്ട് കതക് തുറന്നതും എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട്. സൗപർണികയെ മാത്രം കാണുന്നില്ല. അവളൊന്ന് ഏന്തി വലിഞ്ഞു നോക്കിയതിനു ശേഷം ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വരികയാണ്. എല്ലാവരും അവൾക്ക് പിന്നാലെ ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മോമി, വരുന്നുണ്ട്, നോക്ക്. വന്നപ്പോ തന്നെ എല്ലാവരും ഹാളില് വാസന്തിക്കും രാധികയ്ക്കും ചുറ്റിലായിട്ട് നിൽക്കുകയാണ്. നീലനാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സന്തോഷത്തോടെ പറയാണ്, അമ്മയുടെ അടുത്ത് ഒരു സന്തോഷമുള്ള കാര്യം പറയാനുണ്ട് അമ്മ. നമ്മുടെ സൗപർണികയെ ശ്യാമ് അവന്റെ വീട്ടിലേക്ക് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അവൾക്ക് ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പ് കൊടുത്തു. പക്ഷെ ആ സമയത്തൊക്കെ വാസന്തിയുടെ മുഖത്ത് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. നീലന്റെ മുഖത്താണെങ്കിൽ ഒരാങ്ങളെ പെങ്ങളെ പറഞ്ഞു വിട്ട ആ ഒരു സംതൃപ്തി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ കൂടി കാണും തോറും വാസന്തിക്കാണെങ്കിൽ ദേഷ്യം കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ അനുഭവിച്ച വിഷമവും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഇത്ര പെട്ടെന്ന് ശ്യാമിന്റെ മനസ്സ് മാറുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അമ്മ. നീലൻ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ വന്നവർക്കൊക്കെ അവന്റെ ആ ഒരു വാക്കുകളിലെ സന്തോഷം തിരിച്ചറിയാനാവുന്നുണ്ട്. പക്ഷെ വാസന്തി മാത്രം മുഖത്ത് മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. രാധികയാണെങ്കിൽ ഇന്ദുവിന് നല്ലത് കിട്ടുന്നൊക്കെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിയമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. നിയമോളെ എന്ന് വിളിച്ചിട്ട് അപ്പയും അമ്മയും അവളോട് കൊഞ്ചിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ നിയമോളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എടാ, എന്തിനാ എൻ്റെ മോള് കരയുന്നത്? ആ സമയത്ത് കവിളിലെ രാധിക പിച്ചിയ ഭാഗത്ത് ചുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ദുവിന് കാണിച്ചു കൊടുക്കുകയാണ്. നിന്നെ പ്രാണികൾ എന്തെങ്കിലും കടിച്ചോ? അവളോട് ചോദിക്കുകയാണ്. ഇല്ല. പിന്നെ വേറെന്ത് സംഭവിച്ചതാ? രാധിക എന്നെ നുള്ളിയതാ. രാധിക നുള്ളാനോ? ഇന്ദുവിന് ദേഷ്യവും സങ്കടവും അമ്പരപ്പും ഒക്കെ തോന്നുകയാണ്. അപ്പൊ രാധികയാണെങ്കിൽ ഇങ്ങനെ പേർത്തോട് ചിന്തിക്കുന്നുണ്ട്. അയ്യോ, ഇവളും കറക്റ്റ് സമയത്തിന് തന്നെ വന്നത് നോക്ക്. അത് കേട്ടപ്പോ തന്നെ നീലന്റെ ദേഷ്യം മുഴുവൻ വരികയാണ്. നിനക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധിയും ബോധവും ഉണ്ടോ? ചെറിയ കുഞ്ഞിനോട് ചെയ്യേണ്ടതാണോ നീ ചെയ്തിരിക്കുന്നത്? അതിന്റെ കവളൊന്ന് നോക്ക്. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ചെയ്യാൻ നിനക്ക് എങ്ങനെയാ പറ്റിയത്?
അപ്പൊ രാധികയാണെങ്കിൽ കുഞ്ഞിനെ പോലെ തിരിച്ചു പറയാണ്, അത് അങ്ങനെയല്ല നീലേട്ടാ, വെറുതെ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യം വന്നപ്പോ ചെറുതായിട്ട് പിടിച്ചൊന്ന് നുള്ളിയത്. എന്ത് ചെറുതായിട്ട് നുള്ളിയെന്നോ? അതിനൊന്നും മറുപടി ഒന്നും പറയാതെ നിയമോള് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇതാണോ നീ ചെറുതായിട്ട് നുള്ളിയത്? ആ കുഞ്ഞിന്റെ കവിളൊന്ന് നീ നോക്ക്. വേദനിക്കാതെയാണോ കുഞ്ഞ് ഇങ്ങനെ കരയുന്നത്? എല്ലാവരും രാധികയോടുള്ള ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാധികയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇത്രയും നേരമായിട്ട് വാസന്തി ഒരു അക്ഷരം പോലും ശബ്ദിച്ചിട്ടില്ല. ഇന്ദു ആണെങ്കിൽ നിയമോളെ ചെയ്തതുകൊണ്ടുള്ള ദേഷ്യം അവൾക്ക് തീരുന്നുണ്ടായിരുന്നില്ല. കുട്ടികളായ കുസൃതി കാണിക്കുക തന്നെ ചെയ്യും എന്ന് കരുതി ഇങ്ങനെ കുഞ്ഞിനെ നോവിക്കുകയാണോ വേണ്ടത്? കുറച്ചുപോലും ബുദ്ധിയും വിവരമൊന്നും നിനക്കില്ലേ? ഇന്ദു ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് രാധികയെ. അപ്പോഴാണ് വാസന്തി എഴുന്നേറ്റിട്ട് പറയുന്നത്, ഏയ് നിർത്ത്, ഞാനും വന്നത് മുതൽ ശ്രദ്ധിക്കുകയാണ്. നീ നിനക്ക് തോന്നിയതുപോലെയൊക്കെ വായിൽ വന്നതുപോലെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. അപ്പൊ ഇന്ദു ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഭയന്നിട്ട് അമ്മായിയമ്മയെ നോക്കുന്നുണ്ട്. ഇപ്പോഴാണ് രാധികയ്ക്ക് സമാധാനമായത്. തന്നെ ഇത്രയും നേരം വഴക്ക് പറഞ്ഞതിനൊക്കെ ഇനി മാമി കൊടുത്തോളൂ എന്നൊരു മട്ടിലാണ് അവൾ നിൽക്കുന്നത്. വാസന്തി അടഞ്ഞപ്പോ തന്നെ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇന്ദുവിനെ വഴക്ക് പറയാനുള്ളതാണെന്ന്. അപ്പൊ വാസന്തി ഇന്ദുവിനോട് പറയാണ്, ഞാൻ അവളുടെ മുത്തശ്ശിയാണ്, അവളുടെ മേൽ എനിക്കും കരുതലും സ്നേഹവും ഒക്കെ ഉണ്ട്. അത് ശരി, സംസാരിച്ച എല്ലാവരും വിഷയം മാറ്റാനാണോ കരുതിയത്? എന്നിട്ട് നീലനോട് പറയാണ്, ഡാ, ഞാൻ നിന്നോട് പോവല്ലേ പോവല്ലേ എന്ന് ഒരു 100 വട്ടം പറഞ്ഞതല്ലേ, എന്നിട്ട് അത് കേൾക്കാതെ വലിയ കാര്യം പോലെ പോയിട്ട് കൂടെ പിറന്ന് നിന്റെ സഹോദരിയുടെ കല്യാണം നടത്തിയിട്ട് അവിടെ ഭർത്താവിനൊപ്പം പറഞ്ഞു വിട്ടതുപോലെ തിരിച്ചു വന്നിട്ട് വലിയ ആദർശത്തോടെ സംസാരിക്കുന്നത്. ആ സമയത്ത് ഡെക്ക് പറയുന്നുണ്ട്, ചേച്ചി. നീലനും ദേഷ്യത്തോടെയാണ് തിരിച്ചു മറുപടി പറയുന്നത്, അമ്മ, കൂടെ പിറന്നിട്ടില്ല എന്ന് കരുതിയിട്ട് എന്താ? നമ്മുടെ കുടുംബാണെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സഹായവും ചെയ്യാം, ആരായിക്കോട്ടെ. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ആർക്ക് വേണ്ടി ചെയ്താലും അതിലെന്താ തെറ്റ്? അതിനു വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ അട്ടഹസിച്ച് സംസാരിക്കുന്നത്? അതേടാ, എന്നെ കണ്ടു കഴിഞ്ഞാ ആർക്കും ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് അട്ടഹസിച്ച് സംസാരിക്കുന്നത് പോലെ നിനക്കൊക്കെ തോന്നും. രുക്മിണിക്കും രാജേശ്വരിക്കും ഒക്കെ മനസ്സിലായി തങ്ങളെ സഹായിച്ചത് കൊണ്ടാണ് നീലനെ അവർ വഴക്ക് പറയുന്നതെന്ന്. അവനവന്റെ കുടുംബത്തിൽ 1008 പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും തീർക്കാതെ മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാനാണോ നീ ആദ്യം പോയത്? വാസന്തി നീലനോട് ചൂടാവുകയാണ്. രുക്മിണിക്ക് കാര്യം മനസ്സിലായി, തന്നോടുള്ള ദേഷ്യമാണ് നീലനോട് തീർക്കുന്നതെന്ന്. അപ്പോ പിന്നീട് രുക്മിണിയോടാണ് അവർ ചോദിക്കുന്നത്, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുള്ളതല്ലേ? അതായത് അനന്തു ആദ്യമേ മരിച്ചത് കൊണ്ടും അവനെ കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും അമ്മയ്ക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ടും അത് കേട്ടപ്പോ തന്നെ നീലനും ഇന്ദുവിനും ആകെ ടെൻഷൻ ആവാണ്. അമ്മോ! രുക്മിണിയോട് ദേഷ്യത്തോടെ തട്ടിക്കേറിക്കൊണ്ടാണ് വാസന്തി പറയുന്നത്, ചേച്ചിയുടെ അനിയത്തിന്റെയും കുടുംബ പ്രശ്നത്തിനൊക്കെ അവനെ ഇറങ്ങി തിരിച്ചൂടെ? നിങ്ങളുടെ മകൻ ധാരാളിത്തവും കാണിച്ചിട്ട് നാട് മുഴുവൻ ചുറ്റി നടക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന എന്ത് പ്രശ്നത്തിനും എന്റെ മോൻ വേണം നിന്നിട്ട് പ്രശ്നപരിഹാരം കണ്ടെത്താൻ. അതിന് മറുപടിയൊന്നും പറയാതെ രുക്മിണി അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ, അവനെ അനുസരണയുള്ള മകനായിട്ട് വളർത്താൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലേ? രുക്മിണിയും മറുപടി ഒന്നും പറയുന്നില്ല. കാരണം ഒരു ചെറിയ തെറ്റ് തന്റെ ഭാഗത്തുണ്ടെന്ന് അവർക്കും അറിയായിരുന്നു. കാരണം എല്ലാത്തിനും അവർക്കൊപ്പം വരുന്നത് നീലനാണ്, അല്ലാതെ അർജുനല്ല. അപ്പോ വാസന്തിയാണെ കളിയാക്കിക്കൊണ്ട് പറയാണ്, മകനും അങ്ങനെ തന്നെ, മകളും അങ്ങനെ തന്നെ. അയ്യോ അമ്മ, ദയവ് ചെയ്തൊന്നും നിർത്ത്. നീലൻ പറയുന്നുണ്ട്, നീ മിണ്ടരുത്. എന്റെ മകൻ എന്ത് കാര്യവും നീ പറയുന്നത് പോലെ കേട്ടിട്ട് അതിനനുസരിച്ച് അനുസരിക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്തോ നീയാണ് എൻ്റെ മകന്റെ കല്യാണം അന്ന് നടത്താൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു കൊടുത്തത് എന്ന് തോന്നുന്നു. അത് കേട്ട സമയത്ത് രുക്മിണിയും നീലനും ഇന്ദുവും ഒക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നീലനാണെങ്കിൽ കണ്ണുകൾ കൊണ്ട് രുക്മിണിയോട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ, കൂടുതലായിട്ട് സംസാരിക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയുകയാണ്. അമ്മ പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്നുള്ളൊരു മട്ടില്. അപ്പോ വാസന്തിയാണെങ്കിൽ ദേഷ്യത്തോടെയാണ് രുക്മിണിയോട് സംസാരിക്കുന്നത്. നിന്നോടാണ് ചോദിച്ചത്, നീ എന്താ ഒന്നും മിണ്ടാതെ വായം പൊട്ടിയിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? വായ തുറന്ന് സംസാരിക്കേ. അപ്പോൾ രുക്മിണി പറയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. എൻ്റെ മകൻ വേണമായിരുന്നു ഇതിന് മുന്നിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് ശരിയാക്കാൻ. നിങ്ങളുടെ മകൻ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല. പക്ഷേ നീലകണ്ഠൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പ്രശ്നം സംസാരിച്ച് പരിഹരിച്ചു, അത് ഞാൻ സമ്മതിക്കുകയാണ് വാസന്തി അമ്മേ. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രശ്നപരിഹാരമൊക്കെ ചെയ്തതിനുള്ള നന്ദിയും അതുപോലെ തന്നെ നിങ്ങളുടെ മകൻ എനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കാരണവും ഞാൻ നിങ്ങളോട് മാപ്പും ചോദിക്കുകയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഇവരുടെ കല്യാണത്തിനും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്കും അവസാനം വരെ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഇന്ദുവോ നീലകണ്ഠനോ ആദ്യമേ ഈ ഒരു കാര്യം എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ചെയ്യാൻ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു.
അതൊക്കെ കേട്ടപ്പോ വാസന്തി തലയെടുപ്പോട് കൂടി നിൽക്കുകയാണ്. കാരണം രുക്മിണി പാവത്തെ പോലെയാണ് സംസാരിക്കുന്നത്. ഇത്തവണ താനാണ് ജയിച്ചു നിൽക്കുന്നതെന്ന് വാസന്തിക്ക് തോന്നുന്നുണ്ട്. എന്തോ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടുമെന്ന് അവർ കരുതി കാണും. ആർക്കും അറിയാതെ അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അതായത് ഇന്ദുവിന്റെ താലി നഷ്ടപ്പെട്ടു പോയതും വീണ്ടും അവർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് താലി കെട്ടിയതും രുക്മിണി പറഞ്ഞിട്ടാണെന്നാണ് വാസന്തി പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ രുക്മിണി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അറിഞ്ഞ കാര്യമായിരുന്നില്ല, ഒരുപക്ഷെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുവാൻ വിടുവായിരുന്നു എന്ന്. അപ്പൊ അത് കേട്ടപ്പോൾ നീലനും ഇന്ദുവിനും വല്ലാത്ത സങ്കടവും കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. കാരണം രുക്മിണിയോട് പോലും അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും രുക്മിണി പറയുന്നുണ്ട്, നിങ്ങളും ആ സമയത്ത് വലിയ മനസ്സോടുകൂടി അവർക്ക് താലി എടുത്തു കൊടുത്തിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുത്തു എന്നുള്ളത് ഞാൻ അറിഞ്ഞു. വാസന്തി വലിയ ആളായതുപോലെ ഗമയോടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നീലനും അമ്മയെ നല്ലൊരു സന്തോഷത്തോടു കൂടിയാണ് നോക്കുന്നത്. എനിക്കും അത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി വാസന്തി അമ്മേ. ഇപ്പോഴും ഞാൻ വീണ്ടും പറയാം, എനിക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. മതിയോ? ഇനി താൻ എന്താ പറയണ്ടേന്ന് പോലും വാസന്തിക്ക് അറിയില്ല. കാരണം എന്തെങ്കിലും തിരിച്ച് ദേഷ്യത്തോടെ സംസാരിക്കുകയായിരുന്നെങ്കിൽ അതിന് മറുപടി പറയായിരുന്നു. പക്ഷെ ഇത്തവണ രുക്മിണി പാവമായിട്ട് എല്ലാത്തിനും മാപ്പ് പറയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് വാസന്തി പറയാണ്, ശരി ശരി, ഇനി എല്ലാ കാര്യത്തിലും നിന്റെ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് എൻ്റെ മകനെ വിളിക്കാൻ പാടില്ല. തെറ്റ് തന്നെയാണ് അമ്മ, എനിക്ക് മാപ്പ് തരണം. ഇനി അങ്ങോട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോഴേക്കും നീലൻ ദേഷ്യത്തോട് വിളിക്കാണ്, അമ്മാ, നിങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെ വേണ്ടുന്നതിനും വേണ്ടാത്തതിനൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, അമ്മ നന്നായിട്ട് കേട്ടോ. അപ്പം വാസന്തിയോടായിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ പൂർണിയെ കാണുന്നത് പോലെ തന്നെയാണ് സൗപർണികയെയും കാണുന്നത്. നമ്മുടെ കുടുംബം വേറെ അവരുടെ കുടുംബം വേറെ എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കേട്ടപ്പോ വാസന്തിക്ക് ദേഷ്യം കയറുകയാണ്. ഏയ്, അതൊക്കെ സ്വന്തം മാതിരിയാണടാ, അല്ലാതെ സ്വന്തം അല്ല. ഞാനാണടാ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ. ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാൻ പാടുള്ളൂ. അല്ലാതെ അയൽപക്കത്തുള്ള വിഷയങ്ങളിൽ തലയിടുന്ന സ്വഭാവം നീ നിർത്തിക്കോ. ഇല്ല അമ്മ, ആ വീട്ടിൽ ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് അവരെ സഹായിക്കുക തന്നെ ചെയ്യും. നീലൻ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞത് കേട്ടതും വാസന്തി ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ദുവിന് വല്ലാത്ത അതിശയവും അതുപോലെ തന്നെ അവരോടുള്ള ഇഷ്ടവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ രുക്മിണിക്കാണെങ്കിലും നീലൻ പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷവും അതുപോലെ ഒരു മകൻ തനിക്കില്ലല്ലോ എന്നുള്ളൊരു ദുഃഖവും തോന്നുന്നുണ്ട്. കൈകൂപ്പിക്കൊണ്ട് അമ്മയോട് പറയാണ്, ദയവ് ചെയ്ത് അമ്മ ഇത് വേറൊരു രീതിയിൽ എടുക്കാൻ നോക്കരുത്. അതിനുശേഷം രുക്മിണിയോട് അവൻ പറയാണ്, അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം വലുതാവും. അതുകൊണ്ട് അമ്മ അകത്തേക്ക് പോയിക്കോ. സൗപർണിക ശ്യാമിന്റെ കൂടെ പോയതിന്റെ സന്തോഷം പോലും അമ്മയ്ക്ക് മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ രുക്മിണി അകത്തേക്ക് പോവുകയാണ്, പിന്നാലെ രാജേശ്വരിയും. അപ്പോൾ ദേഷ്യത്തോടെ വാസന്തി പറയുന്നുണ്ട്, മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി. ഹസ്ബൻഡും വൈഫും ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? എന്തൊക്കെയാ അമ്മ പറയുന്നുള്ള അർത്ഥത്തിൽ ഇന്ദുവും നീലനും പരസ്പരം നോക്കാണ്. പിന്നല്ലാതെ പഞ്ചപാവത്തിനെ പോലെ നിന്നിരുന്ന നിന്റെ ഭാര്യ ഇപ്പോ വലിയ അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് നിനക്കറിയാമോ? അവൾ ഉണ്ടാക്കിയ വീട്ടിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. അയ്യോ, ഈ അമ്മ എന്തൊക്കെയാ പറയുന്നതെന്നുള്ള മട്ടിലാണ് നീലനും പൂർണിയും നിൽക്കുന്നത്. എടാ, ഞാനൊരു കാര്യം പറയാം, പെറ്റ തള്ളയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷിക്കാതെ നീ കരുതരുത്. ആ പാപം ഒരു കാലത്തും നിന്നെ വിട്ടു പോവില്ല. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ അമ്മയെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഒരു തരത്തിലും അമ്മയെ ഞാൻ വെറുത്തിട്ടില്ല. അമ്മയാണ് സ്വയം ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെയോ തീരുമാനിക്കുന്നത്. അത് അമ്മയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം. പിന്നെ അതെല്ലാറ്റിനും മേലെ ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ അമ്മയോട് സോറി പറഞ്ഞു തരാം. അതിന് ഇന്ദു അമ്മയോട് മാപ്പ് ചോദിച്ചതല്ലേ? ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അമ്മ ചിന്തിക്കുന്നത് ഒന്ന് നിർത്താമോ? ഇതിലുള്ള ന്യായം അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും. ഇന്ദു വാ എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാൻ നോക്കിയതും വാസന്തി പിന്നീട് പറയാണ്, ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അവിടെ നിൽക്കും ഒരു നിമിഷം. എങ്ങോട്ടാ പോകുന്നത്? നിനക്കും ഒരു കുടുംബമുണ്ട്, കല്യാണപ്രായത്തിയ ഒരു പെങ്ങളുണ്ടെന്നുള്ളതും നീ എപ്പോഴും ഓർക്കണം. ആ കുടുംബത്തിന്റെ പ്രശ്നം തന്നെ നീ നിന്റെ തലയിൽ എടുത്തുകൊണ്ട് വെച്ച് നടന്നു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം നിനക്ക് അറിയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വലിയ ഗൗരവത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. രാധികയും മാമിക്ക് പിന്നാലെ പോകുന്നുണ്ട്. മാമി നിൽക്ക്. അപ്പോ ആരും ഇല്ലാത്തടത്ത് എത്തിയ സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് രാധിക ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് എന്റെ പെർഫോമൻസ്? ഓരോരുത്തരെയും ഞാൻ വിരട്ടി ചോദ്യം ചെയ്യുന്നത് നീ കണ്ടോ? പിന്നെ അല്ലാതെ സൂപ്പർ എന്ന് വെച്ചാ സൂപ്പർ അല്ലേ? രാധിക അവരെ പുകഴ്ത്തുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചത്? അപ്പോഴേക്കും വാസന്തി വലിയ ആളെപ്പോലെ അഭിമാനത്തോടെ നിൽക്കുകയാണ്. എനിക്കറിയാടി, ഞാൻ വേറെ ലെവലല്ലേ. ഇതുപോലെ തന്നെ
4 പ്രാവശ്യം ഇനിയും നാട്ടുകാർക്കും അവളുടെ മക്കൾക്കും മുന്നിൽ വെച്ച് അവളെ ഇങ്ങനെ നാണം കെടുത്തിയെന്ന് വെക്ക്. അവള് തന്നെ പെട്ടിയും കിടക്കി എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടിക്കോളും. രുക്മിണിയെ കുറിച്ചാണ് വാസന്തി സംസാരിക്കുന്നത്. അതൊക്കെ കേട്ടിട്ട് രാധികയാണെങ്കിൽ അവരിങ്ങനെ കൈമുട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം രാധിക തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് കൈമുട്ടുന്നതാണെന്നാണോ നിങ്ങൾ കരുതിയത്? പിന്നല്ലാതെ. പിന്നെ നിങ്ങൾ ചെയ്തതിന് ഇനി കൈമുട്ടിയിട്ട് നിങ്ങളെ അംഗീകരിക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അല്ലടി രാധി, ഞാൻ ശരിക്ക് തന്നെയല്ലേ ചോദിച്ചത്. നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുമാമി. ഇന്ദുവിനെ 4 വഴക്ക് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ ആ രുക്മിണിയോട് പോയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നു. രാവിലെ മുതൽ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ വലിയ ആളായിട്ട് പുണ്യാളത്തി ചമയാണോ? എന്തൊക്കെയാണ് രാധി നീ പറയുന്നത്? പിന്നല്ലാതെ. നിങ്ങളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കല്യാണം നിങ്ങൾ മുടക്കുന്ന ഞാൻ കരുതിയത്. പക്ഷേ കല്യാണം മുടക്കിയതുമില്ല. നിങ്ങൾ തന്നെ നേരിട്ട് താലി എടുത്തു കൊടുത്തിട്ട് എല്ലാ ദീർഘസുമംഗലി ഭവ എന്ന് പറയുകയും 16 മക്കളെ പ്രസവിച്ച് അവന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കെന്ന് പറഞ്ഞിട്ട് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ശരി, അത് വിട്ടേക്ക്, കഴിഞ്ഞല്ലോ. പക്ഷെ നിങ്ങളുടെ വാക്ക് കേൾക്കാതെയാണ് സൗപർണികയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പോയത്. അത് തന്നെ വെച്ചിട്ട് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും പറഞ്ഞേക്കുന്നു കരുതിയപ്പോ രുക്മിണിയുടെ അടുത്തേക്ക് പോയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വേലത്തരം കാണിച്ചത്. നിങ്ങളുടെ ശത്രു ശരിക്കു പറഞ്ഞ രുക്മിണി മാത്രമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രുക്മിണിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുക, അല്ലാതെ ഇന്ദുവിനെ ഈ വീട്ടിൽ നിന്നും തുരത്താനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോ വാസന്തിയാണെങ്കിൽ ഒക്കെ കേട്ട് ദേഷ്യത്തോടെയാണ് അവളെ നോക്കുന്നത്. എടി രാധി, എവിടെ എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാര്യത്തില് നീ വന്നിട്ട് എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നോക്ക് രാധി, വീണ്ടും ഞാൻ പറയാണ്, വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്ക്. ഇല്ലെങ്കിൽ നാളെ തന്നെ നിന്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് നിന്റെ പെട്ടിയും കിടക്കി എടുത്തിട്ട് പോവാൻ നോക്ക്. ഓവറായിട്ട് സംസാരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവര് ദേഷ്യത്തോടെ ചാടിത്തുള്ളി അകത്തേക്ക് പോവാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇപ്പോൾ മാമി പറയുന്നത് തന്നോട് തന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടപ്പോൾ തന്നെ രാധികയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനി നിങ്ങളെ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യമില്ല മാമി, ഞാൻ തന്നെ ചെയ്തോളാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധിക മനസ്സിൽ പുതിയൊരു തീരുമാനം എടുക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.